വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അളവ് എപ്പോഴും കൃത്യമായിരിക്കണം. സെയിം ഗ്ലാസ്സിൽ തന്നെ വേണം ഉഴുന്നും പച്ചരിയും അളക്കാൻ കേട്ടോ. ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. ഒരു 4 മണിക്കൂർ ഞാൻ ഉഴുന്ന് പച്ചരി കുതിർക്കാനിടും കേട്ടോ. സാധാരണ ലൂസായിട്ട് കിട്ടുന്ന പച്ചരിയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഡേയ്സ് മുന്നേ വരെ ഞാൻ പാക്കറ്റിലായിരുന്നു കേട്ടോ. പ്രൈസ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ലാഭം തോന്നിയത് ലൂസായിട്ട് കിട്ടുന്നതാണ്. സാധനത്തിൻ്റെ ക്വാളിറ്റിയും ഡിഫറൻസ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. നന്നായി ക്ലീൻ ചെയ്താണ് ഞാൻ ഉഴുന്നും പച്ചരിയും കുതിർക്കാനിടുന്നത്. ഉഴുന്ന് കുതിരാനിടുന്ന വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ പച്ചരിയും ഉഴുന്നും അരച്ചെടുക്കുന്നത്. പച്ചരി കുതിരാനിട്ട വെള്ളം ഞാനങ്ങ് കളയും. ഉഴുന്ന് കുതിരാനിടുന്ന വെള്ളമാണ് കേട്ടോ രണ്ടും അരച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഇടയ്ക്ക് വണ്ടി പോകുന്നതും കോഴി പോകുന്ന സൗണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോകരുത് കേട്ടോ. ഒരു തവി ചോറ് എടുത്ത് വെക്കണം കേട്ടോ. ഇവ അരയ്ക്കുമ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നാവ് ഒന്ന് ഇടറുന്നുണ്ട് കേട്ടോ. അതും എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഇവ അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് ഈ എടുത്ത് വെച്ച ഒരു തവി ചോറ് ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഉഴുന്നിൻ്റെയും പച്ചരിയും അരയ്ക്കുമ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ആദ്യമേ നമ്മൾ ഉഴുന്നാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ പച്ചരി ഇട്ട് അരച്ചെടുക്കുന്നത്. രണ്ടും അരച്ചത് നമ്മൾ ഒരേ പാത്രത്തിലേക്കാണ് കേട്ടോ പകർത്തേണ്ടത്. എന്നിട്ട് ഒരു സൈഡിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കണം. മുകളിൽ ഞാൻ എപ്പോഴും നമ്മളുടെ ഇടികല്ല് വെയിറ്റിനായിട്ട് എടുത്തു വെക്കും കേട്ടോ. എന്നിട്ട് ഈ ദോശമാവ് അരച്ച പാത്രം വെക്കുന്നതിൻ്റെ അടിയിൽ ഒരു പീസ് കോട്ടൺ ക്ലോത്ത് നമ്മൾ വെക്കും കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഈ മാവ് അരച്ച പാത്രം വെക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഇടികല്ലൂടെ വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പൊന്തി നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും മാവ് കേട്ടോ. വെള്ളമൊന്നും കൂടിപ്പോരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശ കല്ലിച്ചു പോട്ടോ. പിന്നെ നല്ല മുരിഞ്ഞ ദോശ വേണമെന്നുള്ളവർക്ക് നെയ്യോ ബട്ടറോ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തീ വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നിന്ന് നമ്മൾ ചുട്ടെടുക്കണം. ഇനിയും കുട്ടി ദോശ മതിയെന്നുള്ളവർക്ക് ഇതുപോലെ ബട്ടർ തേച്ചിട്ട് കുട്ടി ദോശയ്ക്കുള്ള പരുവത്തിൽ ചെറിയ റൗണ്ടിൽ മാവ് ഒഴിച്ചിട്ട് അടച്ചു വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരിക്കും. മുരിഞ്ഞതാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. പിന്നെ സോഫ്റ്റായിട്ട് കിട്ടും നമ്മളുടെ കുട്ടി ദോശ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ ഉഴുന്നരയ്ക്കൽ പരിപാടിയുടെ വിശേഷങ്ങൾ. പിന്നെ എന്താണ് പറയാൻ വന്നത്, ചിലർ ഉലുവയൊക്കെ ചേർക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇടുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇടില്ല. ഇങ്ങനെ മാത്രം ചെയ്താൽ നല്ല പെർഫെക്റ്റ് ദോശ റെഡി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻസൊക്കെ എഴുതണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ. ഈ സിമ്പിളായിട്ട് കുക്ക് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുക, അതാണ് കേട്ടോ എൻ്റെ ഒരു രീതി. ഇവിടെ നമ്മൾ റെഡ് ചമ്മന്തിയാണ് കേട്ടോ ഇന്നുണ്ടാക്കിയത്. വറ്റൽ മുളകും ചെറിയ ഉള്ളിയും ഉപ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും തേങ്ങായും എല്ലാം കൂടെ അരച്ചെടുക്കുക. വേണേൽ കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ കൂടെ ചേർത്താൽ ഇച്ചിരി കൂടി ടേസ്റ്റി ആവും കേട്ടോ. എല്ലാം കൂടെ അരച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് പൊട്ടിച്ചത് ചേർത്ത് ഇളക്കി ഇങ്ങെടുത്താൽ ചമ്മന്തിയും റെഡി കേട്ടോ. ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർക്കാറില്ല കേട്ടോ.